ഇറ്റ് യൂണിവേഴ്സിൽ നിന്നും പുതിയൊരു സീരീസ് അങ്ങനെ ടെലികാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇറ്റ് വെൽക്കം ടു ഡെറി. HBO മാക്സിന്റെ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ആ ഒരു ക്വാളിറ്റി ഇതുവരെ പുറത്തു വന്ന ട്രെയിലറിലും ടീസറിലും ഒക്കെ എടുത്ത് കാണാനുണ്ട്. അപ്പോ ഇറ്റ് വെൽക്കം ടു ഡെറി കാണുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെ പറ്റിയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. സ്റ്റീഫൻ കിങ്ങിന്റെ ഏറ്റവും ഫേമസ് ആയ ഹൊറർ നോവലുകളിൽ ഒന്നാണ് ഇറ്റ്. ഈ ബുക്കിന് ബേസ് ചെയ്ത് 2 മൂവി അഡാപ്റ്റേഷൻസ് ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. 2017 റിലീസായ ഇറ്റ്, പിന്നെ അതിന്റെ സെക്കൻഡ് പാർട്ടായി 2019 റിലീസായ ഇറ്റ് ചാപ്റ്റർ 2. ഇത് ഇറ്റ് എന്ന പുസ്തകത്തിൽ നിന്നും ഇൻസ്പയർ ചെയ്താണ് ഡഫർ ബ്രദേഴ്സ് സ്ട്രേഞ്ചർ തിങ്സ് എന്ന സീരീസ് എടുത്തിട്ടുള്ളത്. ഇറ്റ് യൂണിവേഴ്സിൽ പുറത്തു വന്ന 2 സിനിമകളും കൊള്ളായിരുന്നുവെങ്കിലും ബുക്കിലെ ചില മെയിൻ ഇവന്റ്സ് ഒന്നും അതിൽ കവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മെയിൻ കഥാപാത്രമായി വരുന്ന പെന്നിവൈസ് എന്ന ക്ലൗൺ ആരാണ്? ഡെറി എന്ന ടൗണിൽ എങ്ങനെയാണ് ഈ പെന്നിവൈസ് എത്തിയത്? ഇടയ്ക്കിടെ വരുന്ന പെന്നിവൈസിന്റെ ഹ്യൂമൻ ഫോം ആയ ബോബ് ഗ്രേ ആരാണ്? എന്തിനാണ് പെന്നിവൈസ് 27 വർഷത്തിൽ ഒരിക്കൽ മാത്രം തിരിച്ചു വരുന്നത്? ഇതേപോലെ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി വെച്ചാണ് ഇറ്റ് യൂണിവേഴ്സിൽ വന്ന 2 സിനിമകളും അവസാനിച്ചത്. ഈ ചോദ്യങ്ങൾക്കെല്ലാം വെൽക്കം ടു ഡെറി എന്ന സീരീസിലെ വരാൻ പോകുന്ന സീസണുകളിൽ നിന്ന് നമുക്ക് പ്രോപ്പർ ആയൊരു ഉത്തരം കിട്ടുമെന്ന് കരുതാം. ഇറ്റ് സിനിമകളുടെ 27 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കഥയാണ് ഈ സീരീസിൽ പറയുന്നത്. പെന്നിവൈസ് എന്ന ക്ലൗൺ മാക്രോവേഴ്സ് എന്ന മറ്റൊരു യൂണിവേഴ്സിൽ നിന്നും ഭൂമിയിലേക്ക് വന്നൊരു ഏലിയനാണ്, ഒരു ഡാർക്ക് ഫോഴ്സ്. ഡെറി എന്ന ടൗൺ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ആ പ്രദേശത്ത് പെന്നിവൈസ് ഉണ്ടായിരുന്നു. ചില തിയറികളിൽ പറയുന്നത് മനുഷ്യൻ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഈ ഡാർക്കർ എനർജി ഭൂമിയിലേക്ക് എത്തിയിരുന്നു എന്നാണ്. ജീവികളിലെ ഭയം, അതാണ് പെന്നിവൈസ് എന്ന ഡാർക്ക് എനർജിയുടെ ആയുധം. ഇറ്റ് സിനിമകൾ കണ്ടവർക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാകും. ഇല്ലാത്ത റിയാലിറ്റികൾ സൃഷ്ടിച്ച് അതിലേക്ക് നമ്മൾ മുമ്പ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള നമുക്ക് ഏറ്റവും പേടിയുള്ള കാര്യങ്ങളെ പ്ലേസ് ചെയ്ത് പെന്നിവൈസ് എന്ന കോമാളി നമ്മളെ അതിലേക്ക് തള്ളിയിടുകയാണ്. ആ ഭയം ഉപയോഗിച്ചാണ് പെന്നിവൈസ് ആളുകളെ കൊല്ലുന്നത്. മനുഷ്യന് മുമ്പ് മൃഗങ്ങളെയായിരുന്നു പെന്നിവൈസ് കൊന്നുകൊണ്ടിരുന്നത്. പിന്നീട് ആ ഡാർക്ക് എനർജി മൃഗങ്ങളെ വിട്ട് മനുഷ്യനെ തെരഞ്ഞെടുക്കുകയായിരുന്നു. എന്തുകൊണ്ട് മനുഷ്യർ? കാരണം മനുഷ്യരാണ് കാലങ്ങൾ മാറുന്നതിനനുസരിച്ച് ഇവോൾവ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരേ ഒരു ജീവി. പുതിയ കണ്ടുപിടുത്തങ്ങൾ, ജീവിത സൗകര്യങ്ങൾ, ടെക്നോളജി എന്നിങ്ങനെ കാലം മാറുന്തോറും കാട്ടുവാസിയായിരുന്ന മനുഷ്യനും മാറി തുടങ്ങി. മറ്റ് ജീവികളെ അപേക്ഷിച്ച് ഭയം മനുഷ്യനെ വല്ലാതെ സ്വാധീനിച്ചു. അങ്ങനെയാണ് അതുവരെ ഒരു ഡാർക്ക് എനർജി മാത്രമായിരുന്ന പെന്നിവൈസ് മനുഷ്യന്റെ രൂപമുള്ള ക്ലൗൺ ആയി മാറുന്നത്. ഡെറി എന്ന ടൗൺ തന്റെ താവളമാക്കി മാറ്റിയ ഈ ഏലിയൻ ഡ്രെയിനേജ് ആണ് തന്റെ പാലസ് ആയി തെരഞ്ഞെടുക്കുന്നത്. ബോബ് ഗ്രേ എന്ന മനുഷ്യന്റെ രൂപത്തിലും പെന്നിവൈസ് കഥയിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. പഴയ ഡെറി ടൗണിലേക്ക് സർക്കസ് കളിക്കാൻ വന്ന ടീമിലെ മെയിൻ ക്ലൗൺ ആണ് ബോബ് ഗ്രേ എന്നാണ് പലയിടത്തും കാണുന്നത്. ഡാർക്ക് എനർജി മാത്രമായി നിന്നിരുന്ന പെന്നിവൈസ് ബോബിന്റെ രൂപത്തിലേക്ക് മാറി അവിടുത്തെ ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്നു. ജോക്കറിന്റെ രൂപവും ബോബിൽ നിന്നായിരിക്കണം പെന്നിവൈസ് അബ്സോർബ് ചെയ്തത്. ബോബ് എന്ന പേരിൽ ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്ന പെന്നിവൈസ് മനുഷ്യനെ പറ്റി പഠിക്കുന്നു, അവന്റെ ഭയങ്ങളെ പറ്റി മനസ്സിലാക്കുന്നു. ഇറ്റിലെ 2 സിനിമകളിലും പണ്ട് നടന്ന ഭീകരമായ ചില സംഭവങ്ങളെ പറ്റി കാണിക്കുന്നുണ്ട്. അതിൽ പലയിടത്തും നിങ്ങൾക്ക് പെന്നിവൈസിന്റെ മനുഷ്യരൂപമായ ബോബ് ഗ്രേയെ കാണാൻ പറ്റും. അതുവരെ അധികമാരും ശ്രദ്ധിക്കാതെ ഇരുന്ന പെന്നിവൈസിന്റെ ഭീകരത ഡെറിയിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങുന്നത് 1741 1741 ഡെറി ടൗണിലെ കുടിയേറ്റക്കാരിൽ വലിയൊരു വിഭാഗത്തെ ഏതാണ്ട് 300 പേരെ കാണാതാവുകയാണ്. 1906 ഉണ്ടാവുന്ന അയൺ വർക്ക് എക്സ്പ്ലോഷനിൽ കുട്ടികളടക്കം 100 പേര് കൊല്ലപ്പെടുന്നു. സംഭവ സ്ഥലത്തുണ്ടായിരുന്നവരിൽ പലരും അവിടെ ഒരു കോമാളി രൂപം കണ്ടതായി പോലീസിന് മൊഴി നൽകുന്നു. 1930 ബ്ലാക്ക് സ്പോട്ട് ഫയർ, ഇവിടെയും ഒരുപാട് പേര് തീപിടുത്തത്തിൽ മരിക്കുന്നുണ്ട്. പക്ഷെ ഇത്തവണ ഒരു റെഡ് ബലൂണും ഒപ്പം വലിയൊരു മോൺസ്റ്റർ ബേർഡിനെയുമാണ് ആളുകൾ കാണുന്നത്. 1962 ഈ ഒരു ടൈമിൽ നടക്കുന്ന കാര്യങ്ങളാണ് വെൽക്കം ടു ഡെറിയിൽ കാണിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. ഒരു വലിയ ദുരന്തം ഉണ്ടാക്കിയിട്ട് 27 വർഷം ഗ്യാപ്പ് എടുത്താണ് പെന്നിവൈസ് എന്ന ക്ലൗൺ തിരിച്ചു വരാറുള്ളത്. അതെന്താണ് അങ്ങനെയെന്ന് വെച്ചാൽ, ഉണ്ടായ ദുരന്തങ്ങൾ ജനങ്ങൾക്ക് മറക്കാനും ഡെറിയിലെ ആളുകൾക്ക് പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കാനും പെന്നിവൈസ് നൽകുന്ന സമയമാണ് 27 വർഷം. കുട്ടികളെയാണ് പെന്നിവൈസ് കൂടുതലായും കൊല്ലുന്നത്. കാരണം തിരിച്ചറിവ് കുറവുള്ളതും ഏറ്റവും കൂടുതൽ ഭയമുള്ളതും കുട്ടികൾക്കാണ്. അപ്പൊ ഇതൊക്കെയാണ് ഇറ്റ് യൂണിവേഴ്സിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഏതായാലും സ്ട്രേഞ്ചർ തിങ്സ് ഈ വർഷം തീരും. അപ്പൊ അതുപോലുള്ള സീരീസ് ഒക്കെ തപ്പിപ്പോകുന്നവർക്ക് കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും HBO സീരീസ് ആയ ഇറ്റ് വെൽക്കം ടു ഡെറി. ഒക്ടോബർ 26 മുതൽ ഞായറാഴ്ചകളിൽ ഓരോ എപ്പിസോഡ് വെച്ച് ഡിസംബർ 14 വരെ 8 എപ്പിസോഡുകളാണ് ഈ സീരീസിൽ വരാൻ പോകുന്നത്. ഇനി വേറെ സീസണുകൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ സീരീസ് കണ്ടു തീർത്തിട്ട് പറയാം.